ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സോജില പാസ്സാണ്. ഞാൻ നോക്കിയപ്പോൾ റൈഡിങ് ഗിയേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം സോജില പാസ്സായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഏത് ഓഫ് റോഡിങ് അല്ലെങ്കിൽ അഡ്വഞ്ചർ ആയിട്ട് ട്രിപ്പ് പോകുമ്പോൾ റൈഡിങ് ഗിയേഴ്സ് മസ്റ്റാണ്. അപ്പോൾ എൻ്റെ കൂടെ ജസ്റ്റിനുണ്ട്. അപ്പോൾ ജസ്റ്റിന് ഇപ്പോൾ ഈ ട്രിപ്പിന് വേണ്ടി എന്തൊക്കെ മേടിച്ചു എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. അതിനുശേഷം ഞാൻ എന്തൊക്കെ മേടിച്ചു എന്ന് പറയാം ബ്രോ. എന്നിട്ട് ആദ്യം മേടിച്ചത് ഞാൻ ആദ്യം മേടിച്ചത് റൈഡിന് വേണ്ടിയല്ല, ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്ന എൻ്റെ ഹെൽമെറ്റാണ്. അത് SMKയുടെ ഹെൽമെറ്റാണ്. ട്രാക്ക് ലെവൽ യൂസ് ചെയ്യാവുന്ന ഒരു ഹെൽമെറ്റാണ് അത്. ഇതിനെന്തെങ്കിലും ഡോട്ടോ സിയോ അങ്ങനെ എന്തെങ്കിലും സേഫ്റ്റി റേറ്റിംഗ് വരുന്നതായിട്ട് ഡോട്ട് സർട്ടിഫിക്കറ്റ് വരുന്ന ഡോട്ട് ഞാൻ മറന്നുപോയി. റേറ്റിംഗ് എത്രയാണെന്ന് നടന്നത്. പക്ഷെ അത്യാവശ്യം ട്രാക്ക് റേറ്റഡ് സാധനമാണത്. നോക്കട്ടെ. ഇത് യൂറോപ്യൻ ECE ISI ഉള്ളത്. ഇതിനെന്ത് വിലയായി? ഇത് ഞാൻ അന്ന് മേടിക്കുമ്പോൾ 5500 രൂപ. 5500 രൂപ വില. ഓക്കെ. ഞാനൊരു ഹെൽമെറ്റ് മേടിച്ചായിരുന്നു. ഞാൻ മേടിച്ചത് ആക്സറിൻ്റെ ഹൈപ്പർ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഡോട്ട് സർട്ടിഫൈഡ് ഒക്കെയാണ്. ഇതിന് 5000 രൂപയാണ് ആയത്. ഡോട്ടുണ്ട്, ECE ഉണ്ട്, ISI ഉണ്ട്. എടാ, ഇതിന് യൂറോപ്പിനും അമേരിക്കനും ഇന്ത്യനും എല്ലാം കൂടി ഉണ്ട്. ഓക്കെ. അടുത്ത് പിന്നെന്താ? പിന്നെ മേടിച്ചത് എൻ്റെ റൈഡിങ് ജാക്കറ്റും റൈഡിങ് പാൻറ്റുമാണ്. റൈഡിങ് ജാക്കറ്റ് രണ്ട് റൈനോക്സിൻ്റെ ആണ്. ഇത് റൈനോക്സിന്റെ ടൊർണാഡോ പ്രോ 4 എന്ന് പറയുന്ന ടൊർണാഡോ പ്രോ 4 ഈ 8000 ചില്ലറ അതിന്റെ റേറ്റ് ആയി. 8000 ചില്ലറ ഇതിന് റേറ്റ് ഉണ്ട്. പിന്നെ ഇതിനെന്തെങ്കിലും പ്രൊട്ടക്ഷൻ റേറ്റിംഗ് ഉണ്ട്? ലെവൽ 2 പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ. പിന്നെ ഇതില് ഗാർഡ് എന്ന് പറയുന്നത് ചെസ്റ്റ് ഗാർഡ് വരുന്നുണ്ടോ? ചെസ്റ്റ് ആർമർ വരുന്നുണ്ട്. ഷോൾഡർ എൽബോ. പിന്നെ ബാക്കില് വരുന്നില്ലേ? ബാക്കിൽ മെയിൻ ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. ഈ ഹൈഡ്രേഷൻ ബാഗ് ഇതിന്റെ കൂടെ കിട്ടിയതാണോ? അല്ല, ഹൈഡ്രേഷൻ ബാഗ് ഞാൻ ഓൺലൈൻ ആമസോണിൽ നിന്ന് മേടിച്ചു. അതായത് ഒരു ബ്രാൻഡ്. ബാഗും ബ്ലാഡറും സെപ്പറേറ്റ് ആണ് മേടിച്ചത്. ബാഗ് ഓൺലൈൻ മേടിച്ചു. അത് ട്രൈപോൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അത് ബ്ലാഡർ മേടിച്ചത് ഡെക്കാത്ലോണിൽ നിന്ന് മേടിച്ചതാണ്. എത്ര രൂപ രണ്ടും കൂടി? ഏകദേശം 2000 രൂപയോളായി. പക്ഷെ അത് വർത്തിയാണ്. നമുക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കാനും കാര്യങ്ങളും ഒക്കെ. റൈഡ് ചെയ്യുന്ന സമയത്ത് കുടിക്കാൻ പറ്റും. എനിക്ക് ഒരു സ്ലോ ആയി കഴിഞ്ഞാൽ ഒരു 60-ലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പൊ ബാലൻസ് ആയിട്ടുണ്ട്. ഹെൽമെറ്റിന്റെ പൈസർ തുറന്നിട്ട് കുടിക്കാൻ പറ്റും. പിന്നെ ജാക്കറ്റിന്റെ കൂടെ തെർമൽ ലെയറോ റെയിൻ ലെയറോ? തെർമൽ ലെയർ ഞാൻ മേടിച്ചിട്ടുണ്ട് എക്സ്ട്രാ. അത് ജാക്കറ്റ് കൂടാതെ 1000 രൂപ കണ്ടായി. 1000 രൂപ. പാന്റിന് തെർമൽ ലെയർ അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ. പാന്റിനും ഇതുപോലെ ലെവൽ 2 പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. അതിന്റെ ഹിപ്പ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നീല് വരുന്നുണ്ട്. നീയും കുറച്ച് ഷിൻബോണും കവർ ചെയ്യുന്നുണ്ട്. ഇതിന് വേണമെങ്കിൽ ഇതിന് എക്സ്ട്രാ മേടിച്ച് ടെയിൽ ബോണിന്റെ പ്രൊട്ടക്ടർ മേടിച്ച് വെക്കാം. അതിന്റെ കൂടെ ഇൻക്ലൂഡ് അല്ല, അതിന് എക്സ്ട്രാ പൈസ കൊടുത്താൽ നമുക്ക് വെക്കാൻ പറ്റും. ഇതിന് എന്ത് വിലയായി? ഇത് നിയർലി 7000 സംതിങ് ആണ്. 7000 സംതിങ്. പിന്നെ ഗോഗിൾസ് എന്തെങ്കിലും മേടിച്ചായിരുന്നു? ഗോഗിൾസ് റൈഡിംഗ് ഗിയർ ആയിട്ട് മേടിച്ചില്ല. പിന്നെ ഒരു ഡെക്കാത്തലോന്റെ ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്കിടുന്ന ക്യാപ്പ് ഉണ്ടല്ലോ, ബാലക്ലാവ. ഇവിടെ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു റൈഡിങ്ങിന് യൂസ് ചെയ്ത ഒരു നോർമൽ ഡെക്കാത്തലോണിൽ നിന്ന്. പൊടിയുള്ള പ്രൊട്ടക്ഷൻ ആണോ? പൊടിയുണ്ട്. പിന്നെ നമുക്ക് മുടിയിൽ ഹെൽമെറ്റ് വെക്കുമ്പോഴത്തേക്കും സ്വെറ്റ് ഒന്നും ഹെൽമെറ്റിലാവില്ല. അപ്പൊ ഡെയിലി എടുത്ത് കഴുകി കഴിഞ്ഞാൽ ആ ഹെഡ് ഇതാവുന്ന പറയാം. ഓക്കെ. പിന്നെന്താ മേടിച്ചത്? പിന്നെ റൈഡിങ് ഗ്ലൗ. അത് റൈനോക്സിന്റെ ഒരു റൈഡിങ് ഗ്ലൗ. ഇതിനും എന്തെങ്കിലും സേഫ്റ്റി പ്രൊട്ടക്ഷനോ റേറ്റിംഗ് അങ്ങനെയൊക്കെ വരുന്നതാണോ? ഇത് സോഫ്റ്റ് ആണ്, ഹാർഡ് കോമ്പൗണ്ടഡ് അല്ല മേടിച്ചത്. നമ്മുടെ ഫിംഗേഴ്സിനും നക്കിൾസിനും ഒക്കെ ചെറിയ ലെവൽ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ ഹാർഡ് കോമ്പൗണ്ട് വാട്ടർ പ്രൂഫ് ആണോ? അല്ലല്ല, ഇതിന്റെ വാട്ടർ പ്രൂഫ് കിട്ടുമോ? റൈനോക്സിന്റെ ഡ്രൈ ഐസ് എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അത് വിന്ററും വാട്ടർ പ്രൂഫും ആണ്. അത് പക്ഷെ നമ്മളെ നോർമൽ വെതറിൽ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കൈ പഴുക്കും. പറ്റില്ല. പിന്നെ ഈ ഗ്ലൗസിന് എന്ത് വിലയുണ്ട്? 3000 രൂപ. പിന്നെന്താ മേടിച്ചത്? റൈഡിംഗ് ബൂട്ട് മേടിച്ചായിരുന്നോ? റൈഡിംഗ് ബൂട്ട് മേടിച്ചില്ല. ഞാൻ ഡെക്കാത്തലോന്റെ ഒരു ട്രക്കിംഗ് ഷൂ ആണ് മേടിച്ചത്. ഫുള്ളി വാട്ടർ പ്രൂഫ് ആണ്. അത് പുതിയ മോഡലാണ്. ഇനി ഞാൻ മേടിച്ച സാധനങ്ങൾ ഇതില് ഒന്ന് തിരിച്ചു വിളിക്കും. ജാക്കറ്റ് ജാക്കറ്റ് ആക്സറിന്റെ ജാക്കറ്റാണ്. ലെവൽ 2 പ്രൊട്ടക്റ്റഡ് തന്നെയാണ്. ഇതിന് വരുന്നത് പറഞ്ഞ പോലെ എൽബോ വരുന്നുണ്ട്, ചെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഇത് നമുക്ക് കാറ്റ് കടന്നു പോകാനുള്ള ഇതാണ്. പിന്നെ പോക്കറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഞാൻ പ്രധാനമായിട്ടും പറയാനുള്ളത് റൈഡിങ് പാൻസ് ഈ പറഞ്ഞ പോലെ 8000, 7000, 6600 ആണ് സ്റ്റാർട്ടിങ്. അപ്പം ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ നീ ഗാർഡാണ് മേടിച്ചത്. ഇതാണെങ്കിൽ 1000 രൂപ 1200 രൂപയ്ക്ക് നീ ഗാർഡ് കിട്ടും.
ഇത് ബെൽറ്റ് ചെയ്തേക്കാണ്. പക്ഷെ ബെൽറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ബെൽറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ബ്ലഡ് കട്ട് ചെയ്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഇടുന്ന സമയത്ത്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ ബക്കിളൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക, ഇടയ്ക്ക് ടൈറ്റ് ചെയ്യുക. പിന്നെ ഇത്തിരി ഡിഫറെൻറ്റ് പ്ലേസസിൽ പിറ്റേന്ന് ബക്കിൾ ചെയ്ത് പോകുക. പിന്നെ ഞാൻ മേടിച്ചത് റൈഡിങ് ബൂട്ടാണ്. എടാ ഈ ബൂട്ടിൻ്റെ ബ്രാൻഡ് നെയിം ഓർമ്മയുണ്ടോ? ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ഈഗിളോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇതിനാകെ 2100 രൂപയായുള്ളൂ. ഇതിന് ഇവിടെ സ്റ്റീൽ ടോ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കാറ്റ് കിടക്കാനൊരു സെറ്റപ്പ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ 11 ദിവസമായി ഉപയോഗിക്കുന്നത്. നമ്മുടെ നോർമൽ നടത്തത്തിനും റൈഡിങ്ങിനും എല്ലാത്തിനും നമുക്കിത് വളരെ കംഫർട്ടാണ്. ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്കിത് വളരെ സൗകര്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് വെള്ളം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കാലം വെള്ളം തെറിച്ചായിരുന്നു. തീർച്ചയായിരുന്നു എനിക്ക് അകത്ത് വെള്ളം പോയ പോലെ തോന്നിയില്ലായിരുന്നു. അപ്പോൾ അതാണ്. പിന്നെ ഞാനൊരു വിന്റർ റൈഡിങ് ഗ്ലൗസ് മേടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ലേയിൽ റൈഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനാണ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചത്. ഇതിന് 1000 രൂപയാണ് ആയത്. പിന്നെ ഇതും എൻ്റെ ഓർമ്മയുണ്ട്. ഇതിന് ആമസോണിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ചത്. ഇതിന് 400 രൂപയാണ് ആയത്. പിന്നെ ഒരു വിന്റർ നെക്കിലിടാനുള്ള ഒരെണ്ണം മേടിച്ചിരുന്നു. ഇതൊരു സെറ്റായിട്ട് വന്നത്, ക്യാപ്പും ഇതും കൂടി. അതിന് രണ്ടിനും കൂടിയും 1200 രൂപയാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനങ്ങനെ വേറെ ഗാർഡ്സ് ഒന്നും എൻ്റെ കയ്യിലില്ലല്ലോ. ഇല്ല, ഇതൊക്കെ തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ തെർമൽ ലെയർ ഞാൻ മേടിച്ചില്ല. അതിന് പകരം ഞാൻ നമ്മുടെ തെർമൽ വെയറാണ് മേടിച്ചത്. തെർമൽ വെയറാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ റൈഡിങ് ഗിയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ഉപകരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് എത്തി ഇവിടെ തറയോ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി വരാണെങ്കിൽ ജീനുവിൻ്റെ റൈഡിങ് ഗിയേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ച്